അമ്മ എന്ന സംഘടന സിനിമയിലുള്ള ആളുകളുടെ സുരക്ഷയെ ലക്ഷ്യമാക്കി ഉണ്ടാക്കിയതാണ്. പക്ഷേ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗം, പ്രത്യേകിച്ചും വനിതകൾ, അവരുടെ സർഗശേഷിയെയോ പ്രതിഭാ പാടവത്തെയോ അംഗീകരിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ നൽകാതെ അവരുടെ ശരീരത്തെയും അവരുടെ പാവം മനസ്സിനെയും വികാരങ്ങളെയും ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായം സിനിമാ രംഗത്തുണ്ടെന്ന് വളരെ 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 ഉറക്കെ പറയുന്ന രഹസ്യമായിരുന്നു. പക്ഷേ ആരും അതിന് മുൻകൈയെടുത്ത് നടപടിയെടുക്കാൻ അന്നത്തെ കാലങ്ങളിലൊന്നും തയ്യാറായില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അങ്ങനെയിരിക്കെ ഉഷ എന്ന നടി അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് സിനിമയിൽ ക്ലേശങ്ങൾ ഉണ്ടായി എന്നും വരാൻ പോകുന്ന നടികൾക്ക് നാശങ്ങൾ ഉണ്ടാവാതെ നോക്കണമെന്നും ഒരു മുൻകരുതൽ വേണമെന്നും ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഇതേ അവസ്ഥയിൽ പല നടികളും പലപ്പോഴായി രഹസ്യമായും പരസ്യമായും ഇത് പറഞ്ഞിട്ടുണ്ട്. അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകളിൽ ഒരുപാട് ആത്മദുഃഖവും സ്വയം നഷ്ടപ്പെടലുമുണ്ടായ നടികൾ വളരെയാണ്. അവരുടെ ആത്മാഭിമാനവും അവരുടെ വൈകാരിക തലവും വളരെയധികം മുറിവേറ്റപ്പെട്ട സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സിനിമാ നടിയായിരുന്ന ഭാവനയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് നടികളിൽ ചിലർ ഉണർന്നെണീക്കുകയും അമ്മയിൽ നിന്ന് രാജിവെക്കുകയും ഭാവനയ്ക്ക് പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ നടികളുടെ അഭിമാനത്തിനും ആത്മാഭിമാനത്തിനും ശരീരത്തിനും സംരക്ഷണം ലഭിക്കുന്നതിനും വേണ്ടി പുറത്തിറങ്ങി നടത്തിയ യുദ്ധത്തിൻ്റെ ഒരു പരിണാമം കൂടിയാണ് ഹേമ കമ്മീഷൻ. അങ്ങനെ യുദ്ധം ചെയ്യാൻ തയ്യാറായ ധൈര്യശാലികളായ വനിതകളെ അഭിനന്ദിക്കുന്നതിന്, ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നതിന്, ഞങ്ങൾക്ക് സിനിമ ലഭിച്ചില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് ധനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് മറ്റൊരു ജീവിതതലം കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള ധൈര്യത്തിൽ മുമ്പോട്ട് വന്ന ആ വനിതാ രത്നങ്ങളെ അഭിനന്ദിക്കാതെ വയ്യ. അവർക്ക് അഭിനന്ദനങ്ങളും പിന്തുണയും നൽകുന്നു.